മലയാളികളുടെ സാമുദായിക സഹജീവിതം തകർക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുവെന്ന് പ്രമുഖ സാഹിത്യകാരൻ സക്കറിയ. ചിറ്റൂർ തുഞ്ചൻ സ്മാരകത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മതേതരമായ സഹജീവിതമാണ് മലയാളിയുടെ സാമൂഹിക ശക്തിയെന്നും സക്കറിയ. കഴിഞ്ഞ 1400 വർഷത്തോളമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ സഹജീവിതത്തിന് മലയാളിത്വത്തിന് അടിത്തറപാകിയ സാമൂഹ്യ ശക്തിയെന്ന എഴുത്തുകാരനും സാമൂഹിക വിമർശകനുമായ സക്കറിയ പറഞ്ഞു. എന്നാൽ ഈ സഹജീവിതം തകർക്കാനുള്ള സംഘടിതവും ആസൂത്രിതവുമായ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും അതാണ് ഭാവി കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നും സക്കറിയ കൂട്ടിച്ചേർത്തു. മലയാളം എന്ന ഭാഷയാണ്, എന്ന മാതൃഭാഷയാണ് നമ്മളെ മലയാളികളാക്കുന്നത്. നമ്മൾ കന്നഡക്കാരല്ലാത്തത്, തമിഴരല്ലാത്തത്, ബംഗാളികളല്ലാത്തത് നമ്മൾ മലയാളം പറയുന്നവരായതുകൊണ്ടാണ്. അവിടെയാണ് എഴുത്തച്ഛൻ്റെ പ്രസക്തി. ഈ ഭാഷ മലയാളം നൂറ്റാണ്ടുകളിലൂടെ 1000, 1500, 2000 കൊല്ലങ്ങളിലൂടെയുള്ള ജനങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ഈ ഭാഷ രൂപാന്തരപ്പെട്ടത്. അന്ന് സാഹിത്യവും ഒന്നുമില്ല. നാട്ടുകാർ പറയുന്നതാണ് സാഹിത്യം, നാട്ടുകാർ പറയുന്നതാണ് ഭാഷ. എനിക്ക് ഒരു തേങ്ങ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭാഷയായി. അങ്ങനെയാണ് മലയാളം ഉണ്ടായി വരുന്നത്. പക്ഷേ ഈ ഭാഷയെ എങ്ങനെയാണ് ആസൂത്രിതമായിട്ട് ഭാവനയുടെയും ചിന്തയുടെയും ഉപകരണമാക്കാം എന്ന് എഴുത്തച്ഛനാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് കാണിച്ചത്. അദ്ദേഹത്തിന് മുൻഗാമികളുണ്ടായിരുന്നു, പ്രഗത്ഭരായ മുൻഗാമികളുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തച്ഛനാണോ മലയാളത്തിൻ്റെ സ്ഥാപകൻ, അതോ അവരാണോ എന്നൊക്കെ ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവർ തുടങ്ങി വെച്ച ആ ശ്രമങ്ങളെ, മലയാളത്തെ ഒരു കാവ്യാത്മകമായും ആസൂത്രിതമായും ഉപയോഗിക്കാൻ അവർ തുടങ്ങി വെച്ച ശ്രമങ്ങളെ ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് എഴുത്തച്ഛൻ കൊണ്ടുവന്നെത്തിച്ചു. ആ മാറ്റത്തിൻ്റെ വാഹനമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് ഇതിഹാസങ്ങളെയാണ്, രാമായണം, മഹാഭാരതം. ചിറ്റൂർ തുഞ്ചൻ ഗുരുമഠത്തിൽ വെച്ച് പാഞ്ചജന്യം ലൈബ്രറി സംഘടിപ്പിച്ച വാർഷിക തുഞ്ചൻ സ്മാരക പ്രഭാഷണ പരമ്പരയിൽ മലയാളികളുടെ ഇന്നും നാളെയും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു സക്കറിയ. ജെൻസിയിൽപ്പെട്ട പുതിയ തലമുറ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കുന്നതിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വിപ്ലവകരമായ പരിവർത്തനമാണിത്. കേരള സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തോടുള്ള ഭക്തിസമാനമായ ആസക്തി നമ്മുടെ നവോത്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നുവെന്നും മലയാളി സമൂഹത്തിന്റെ ശക്തമായ അതിജീവന ശേഷിയാണ് കേരളീയ സമൂഹത്തെ നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വേദിയിൽ കവിതയുടെ നിറപൊലി എന്ന പേരിൽ മലയാളത്തിലെ പുതിയ കവിതകളുടെ പോസ്റ്റർ പ്രദർശനം നടന്നു. ONV ദിനത്തോടനുബന്ധിച്ച് ഇന്ദു KR കവിത ആലപിച്ചു. തത്തുന്ന നവരത്നവർണ്ണമായി പൊടുന്നനെ കത്തുന്ന രോഷങ്ങൾ തൻ തുടുപ്പായി തരളമാം ലജ്ജ പോലരുണമായി എന്നിൽ നിന്നെടുത്തിങ്ങു വെച്ച പോലിവർ ഭൂമി പെറ്റ പൂങ്കിടാങ്ങൾ ഞാൻ എത്രമേൽ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചു തീരാത്തവർ. CS ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാഷണത്തിന് ശേഷം ശിവകുമാർ, M ആർദ്ര, KS ശ്രീരേഖ മാണിക്കോത്ത്, VK ജയപ്രകാശ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. C രൂപേഷ് സ്വാഗതവും KG ജിഷീബ നന്ദിയും പറഞ്ഞു. പാഞ്ചജന്യം ലൈബ്രറിയിൽ കാറ്റലോഗിംഗ്, കമ്പ്യൂട്ടർവൽക്കരണം എന്നീ സേവനങ്ങൾ ചെയ്ത ചിറ്റൂർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് സക്കറിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.